ഏതെങ്കിലും രീതിയിൽ BJPയുടെ അടിത്തറ ഇളകുന്നു എങ്കിൽ അത് കാർഷിക അടിത്തറയിലൂടെ മാത്രമേ സാധിക്കൂ. പാർലമെന്റ് സമ്മേളിക്കുന്ന അവസരത്തിൽ നിർണായകമായി ഇന്ത്യയെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന നിർണായകമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ പാർലമെന്റിനെ കോൺഫിഡൻസിലെടുക്കാനുള്ള ഒരു ചുമതല ഭരണകൂടത്തിനുണ്ട്. ഇന്ത്യൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഇനം വിത്തിനങ്ങളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, എണ്ണയാകട്ടെ, അത് അമേരിക്കയിൽ നിന്നും 0% ടാരിഫിന് ഇവിടെ വന്നാൽ ആ സെക്ടർ മുഴുവൻ നശിച്ചു പോകും. ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു സർക്കാരല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഒരു കച്ചവട സാധ്യത, വൻകിട കോർപ്പറേറ്റുകളെ അങ്ങ് നന്നായി സഹായിക്കുകയും അതേസമയം സാധാരണ ജനങ്ങളെ, കർഷകരെ പെരുവഴിയിലാക്കുകയും ചെയ്യുന്ന ഒരു നയം, ആ നയമല്ലല്ലോ ഗവൺമെന്റിന്, അതിനുള്ള വോട്ടല്ലല്ലോ ഈ വ്യവസായികളല്ലോ ഇന്ത്യൻ ഗവൺമെന്റ് വോട്ട് ചെയ്തത്. മാർക്കോ റൂബിയോയുടെ ഇദ്ദേഹം പറഞ്ഞ ഒരു പഞ്ച് ഡയലോഗ്, അതായത് അജിത് ഡോവൽ പറഞ്ഞൊരു പഞ്ച് ഡയലോഗ്, അത് വെച്ച് ഗോൾമയിര് കൊള്ളുകയും രോമാഞ്ചപുളകിതരാവുകയും ചെയ്യുക എങ്കിൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി എന്ത് നടന്നു എന്നാണ്, എന്ത് പറഞ്ഞു എന്നല്ല, എന്ത് നടന്നു എന്നും എന്ത് നടക്കാൻ പോകുന്നു എന്നതുമാണ് പ്രധാനപ്പെട്ടത്. ഒരു നേതാവൊക്കെ നാണമില്ലാതെ പറയുകയാണ്, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം, ഇന്ത്യ എന്നെ സന്തോഷിപ്പിക്കാം എന്നേറ്റു, അതുകൊണ്ട് ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇതാ നിങ്ങൾക്ക് ഇളവുകൾ എന്ന് പറയുന്ന ഒരുത്തനാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് ആ വ്യത്യാസം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ അമേരിക്ക കരാർ യാഥാർത്ഥ്യമായി എന്ന് ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. കരാറിലെ വിവരങ്ങൾ തെറ്റിയും തെറിച്ചുമൊക്കെയാണ് പുറത്തു വരുന്നത്. പൂർണ്ണമായിട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. കരാറിൽ അമേരിക്കയ്ക്കുള്ള ആവേശം ഇന്ത്യ ഇപ്പോഴും കാട്ടുന്നുമില്ല. കരാർ ഇന്ത്യയേക്കാൾ അമേരിക്കയുടെ ആവശ്യമായിരുന്നു എന്ന തരത്തിലാണ് കഴിഞ്ഞ 2 ദിവസത്തെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതാകുമോ വസ്തുത? ആരുടെ ആവശ്യമാണ് ഈ കരാർ, അതായത് US ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്? പൊതുവെ പറയാം, മ്യൂച്വൽ ഇൻട്രസ്റ്റ് ആണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വൻപൻ മധ്യവർഗ വിപണി വേണം. ഏതാണ്ട് 35 കോടിയോളം വരുന്ന ഇന്ത്യയുടെ മധ്യവർഗം, അവരാണ് സാധനങ്ങൾ വാങ്ങേണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിപണി മെച്വർ വിപണിയാണ്. വലിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധ്യതയുള്ള, കൃത്യമായ പണം കിട്ടുന്ന ഒരു വിപണിയാണ്. അത് തള്ളിക്കളയാനാവില്ല. ലോകത്ത് ഒരു രാജ്യത്തിനും അമേരിക്ക എന്ന സിംഗിൾ ലാർജസ്റ്റ് മാർക്കറ്റിനെ തൃണവൽക്കരിക്കാനാവില്ല. പക്ഷെ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നാം. പക്ഷെ ഇവിടെ തിടുക്കം കൂട്ടുന്നത് ആരാണ്? പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു ഡീലായി കഴിഞ്ഞു. ഇപ്പം ഡീൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ വാക്കാണ്. നമ്മൾ കുറച്ചുകൂടെ സഭ്യമായ ഭാഷയിൽ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ട്രീറ്റി എന്നൊക്കെയാണ് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം അമേരിക്കൻ പ്രസിഡന്റ് എന്ന കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ഡീൽ ആണ്. ഡീൽ ഓർ നോ ഡീൽ, അത് നിർബന്ധിക്കുക. മര്യാദയ്ക്ക് നിങ്ങളൊരു ഡീലിന് സന്നദ്ധമായില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് രീതിയിൽ നിങ്ങളെ തകർക്കും, ഇത് ടാരിഫിലൂടെ തകർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡീൽ ആരുടെ ആവശ്യം എന്നതായിരുന്നല്ലോ ഇപ്പോഴത്തെ ഒരു ഉയരുന്ന ചോദ്യം. നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തൃണവൽക്കരിക്കാനാവില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ജിയോ ഇക്കണോമിക് റീസൺസ് മാത്രമല്ല, ജിയോ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്. കൗണ്ടറിങ് ചൈന എന്നത് സാധിക്കണമെങ്കിൽ ഒരു സ്റ്റാഞ്ച് അലൈ വേണം. അലൈ പൊളിറ്റിക്കൽ അലൈ എന്നോ മിലിറ്ററിസ്റ്റിക് അലൈ എന്നോ അല്ല. അമേരിക്കയ്ക്ക് എപ്പോഴും സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണർ വേണം. അവിടെയാണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉറപ്പാകണമെങ്കിൽ ഉടമ അടിമ ബന്ധം കൊണ്ട് സാധിക്കില്ല. അത് അതിൻ്റെ തുല്യ ഫുട്ടിങ്ങിൽ, ഈക്വൽ ഫുട്ടിങ്ങിൽ സാധിക്കണം. ഈക്വൽ ഫുട്ടിങ്ങിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ 31 ട്രില്യൺ ഇക്കോണമിയായ അമേരിക്കയും കേവലം 4.1 ട്രില്യൺ ഇക്കോണമിയായ ഇന്ത്യയും തമ്മിൽ ആ രീതിയിൽ ഒരു പാരിറ്റി ഇല്ല. പക്ഷേ സോവറിൻ ഇക്വാലിറ്റി ഓഫ് ഓൾ നേഷൻ സ്റ്റേറ്റ്സ് എന്നതാണല്ലോ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രമാണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു മുഖമാണ്. അമേരിക്കയെക്കാളും ശതമാനക്കണക്കിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യവുമാണ്. അതുകൊണ്ട് ഭാവി സാധ്യതകൾ കൂടി പരിഗണിക്കുമ്പോൾ ഭാവിയിലേക്കുള്ള വലിയ നിക്ഷേപം എന്ന നിലയിൽ ഇന്ത്യയെ പിണക്കാതിരിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. പക്ഷേ അങ്ങനെയല്ല, കണക്ക് പറഞ്ഞ് കാര്യങ്ങൾ വാങ്ങുന്ന ട്രംപിനെയാണ്. ഇപ്പോൾ നോക്കൂ, 18% തീരുവ ആയി കുറച്ചിരിക്കുന്നു. 50% നിന്നും 18 കുറച്ചിരിക്കുന്നു. പക്ഷേ അത് പ്രഥമദൃഷ്ടിയാ സ്വാഗതാർഹമെന്ന് തോന്നാമെങ്കിലും ശരാശരി 2-2.5% മാത്രമാണ് നികുതി ഉണ്ടായിരുന്നത് ചരിത്രപരമായി എന്നോർക്കണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ ഈ 18% ഒന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല.
ചില ഐറ്റംസിനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല നികുതി. ശരാശരി 2.5%. അതാണ് 25%-ലേക്കും പിഴത്തീരുവ ഉൾപ്പെടെ 50-ലേക്കും കൂട്ടിക്കൊണ്ടുപോയി പിന്നീട് കച്ചവടക്കാരൻ്റെ മെയ്വഴക്കത്തോടുകൂടി അത് 18 കുറയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു പാകിസ്ഥാന് ഞങ്ങൾ 19 അടിച്ചു കൊടുത്തിട്ടുണ്ട്, ബംഗ്ലാദേശിന് 20 അടിച്ചു കൊടുത്തിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കെല്ലാം 19, 20, 25 അടിച്ചു കൊടുത്തു, ചൈനയ്ക്ക് ഞങ്ങൾ 36-37% ഡ്യൂട്ടിയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് 18 ഉള്ളൂ, പിന്നെന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തിരിച്ചാണ് വേണ്ടത്. കാരണം ഒരു വികസ്വര രാജ്യത്തിന് അവിടെ ഈ ടെക്നോളജി ഇൻറ്റൻസീവാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ. ഇന്ത്യയിൽ അങ്ങനെയല്ല. മാനവശേഷി ഉപയോഗിച്ച് അല്ലെങ്കിൽ കൃത്യമായ അധ്വാനം, ഫിസിക്കൽ ലേബർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത് തമ്മിൽ മത്സരിക്കുമ്പോൾ എപ്പോഴും മെക്കനൈസ്ഡ് ഫാർമേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക്, അത് മാത്രമല്ല ഇക്കോണമി ഓഫ് സ്കെയിലും വളരെ പ്രധാനമാണ്. വൻപൻ റാഞ്ചേഴ്സ്, അവിടെ ഉണ്ടാകുന്ന പശുക്കൾ, പാല്, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതും ചെറിയ തൊഴുത്തുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലും ഒക്കെ തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ വിപണി എങ്ങനെ പോകും എന്നതൊരു ആശങ്കയാണ്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷനിസ്റ്റ് ടാരിഫ് ആഭ്യന്തര ഇന്ത്യൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ, നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രൊട്ടക്റ്റീവ് ടാരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയമാണ്. പക്ഷേ ഇവിടെ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നിടത്ത് ഒന്നുമില്ല, ഒരു നികുതിയുമില്ല എന്ന് ട്രംപ് ഏകപക്ഷീയമായി പറയുകയാണ്. അത് അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രം പറയുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ നികുതി ഉണ്ടാവില്ല. ഇത് പറയേണ്ടത് ഇന്ത്യയാണ്. പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. റഷ്യ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റി അയക്കില്ല, ഇന്ത്യ എണ്ണ റഷ്യയിൽ നിന്നും വാങ്ങില്ല. ഇത് പറയേണ്ടത് റഷ്യൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ആണ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതുകൊണ്ടാണ് ഇത് ആരുടെ ആവശ്യം എന്ന ഒരു ചോദ്യം വരുന്നു. അമേരിക്കൻ ജനതയോട് താനിതാ വലിയൊരു സംഭവമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രോമിസ് നൽകിയല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ്, ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി ഡെലിവറി ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് അമേരിക്കൻ ജനതയോട് നടത്തിയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റായി ഞാനിതിനെ കാണുന്നു. ഇന്ത്യയുടെ വിരട്ട് വേണ്ട എന്നും ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞ് അമേരിക്കയുമായി വ്യാപാര കരാർ ആകാമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോയോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ മുഖത്തേറ്റ അടിയല്ലേ ഡോവലിന്റെ ഈ ഒരു മറുപടി? എന്നിട്ടും കരാർ ഒപ്പിട്ടതും അത് വിളിച്ചു പറഞ്ഞ് ആഘോഷിക്കുന്നതും ട്രംപ് തന്നെയാണ്. ഇത് ഇന്ത്യയുടെ ശക്തിയുടെ തെളിവാണോ? ഈ സംഭവം നടക്കുന്നതായി പറയുന്നത് സെപ്റ്റംബർ 2025-ലാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, അദ്ദേഹവും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും തമ്മിൽ നടത്തിയതായി പറയപ്പെടുന്ന ഒരു സംഭാഷണമാണ്. നടത്തിയ കൂടിക്കാഴ്ചയിൽ അജിത് ഡോവലാണ് പറയുന്നത്, വി ആർ വില്ലിംഗ് ടു വെയിറ്റ് അൺടിൽ വി സീ ദ ബാക്ക് ഓഫ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്. പറഞ്ഞാൽ ട്രംപിൻ്റെ 4 വർഷ കാലാവധി കഴിയുന്നതുവരെ വേണമെങ്കിൽ ഞങ്ങളങ്ങ് വെയിറ്റ് ചെയ്യും. ധൃതിയൊന്നുമില്ല, തിടുക്കമൊന്നുമില്ല ഇന്ത്യക്ക്. ഇപ്പം തന്നെ കരാർ ഒപ്പിടണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതങ്ങനെ പഞ്ചപുച്ഛമടക്കി അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അപ്പം ധീരമായ വാക്കുകളാണ്, റെട്ടറിക് എന്ന നിലയിൽ ധീരമായ വാക്കുകളാണ്. പക്ഷേ സെപ്റ്റംബർ 2025 നടത്തിയ സംഭാഷണം ബ്ലൂംബെർഗ് പുറത്തുവിടുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഡിസ്കഷന് വേണ്ടി വരുന്നത് ഈ നിമിഷമാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഇതൊരു പഴയ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം എത്രയോ ജലം നദികളിലൂടെ ഒഴുകി, എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഡീലായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഒപ്പിട്ടാൽ മതി. അപ്പോഴും പന്തിപ്പോഴും ഇന്ത്യയുടെ കോർട്ടിലാണ് എന്നോർക്കണം. ഒരു കരാർ ഒപ്പിട്ടിട്ടൊന്നുമില്ലല്ലോ. കരാറ് ധാരണയായി. ഇതൊരു വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. വിവാഹമായിട്ടില്ല, വിവാഹ നിശ്ചയം മാത്രമാണ്. അതുകൊണ്ട് നാളെ വിവാഹം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതിനുശേഷം നടക്കുന്ന പല കാര്യങ്ങളും, പല കൂടിയാലോചനകളും ഒരുപക്ഷെ വിവാഹത്തെ ദൃഢമാക്കാം, അല്ലെങ്കിൽ അത് മാറിപ്പോകാം. അതുകൊണ്ട് തീർച്ചയായും ഡോണ്ട് കൗണ്ട് ദ ചിക്കൻ വെൻ ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. അതുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ മുട്ട വിരിയുന്നതിന് മുമ്പ് എണ്ണിത്തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഓപ്ഷൻസ് ആർ ലിമിറ്റഡ്. ഇവിടെയാണ് വിഷയം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് ആർ ലിമിറ്റഡ്. ഇത് അമേരിക്കയ്ക്കും അറിയാം. എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ആർ ലിമിറ്റഡ് എന്ന് പറയുന്നത്? നമുക്ക് അമേരിക്ക എന്ന വിപണി പൂർണ്ണമായി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഡൈവേഴ്സിഫൈഡ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നയമനുസരിച്ച് ഡൈവേഴ്സിഫൈഡ് മാർക്കറ്റുകൾ കണ്ടെത്താം. യൂറോപ്യൻ വിപണിയാണ് ഒന്ന്. അത് കണ്ടെത്തി ഏറെക്കാലമായി ഉള്ളതാണ്. അതിപ്പോൾ ഒരു ധാരണയായി. അതും പൂർണ്ണമായി ധാരണയായി ഒപ്പിടണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യണം. പിന്നീടുള്ളത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലേക്ക് കാര്യമായ പർച്ചേസിംഗ് പവർ അവിടെ ഇല്ല. അവിടെ കയറ്റുമതി ചെയ്യാനാവും, പക്ഷേ അതിനുള്ള വിപണിയില്ല. ഇവിടെ
ചൈന നമ്മുടെ കോമ്പറ്റീറ്ററാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അവിടെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കയറ്റുമതി ഒന്നും സാധ്യമാകുന്ന കാര്യമല്ല. പിന്നെ കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ നൽകുന്ന ഒരു സുരക്ഷ, അതൊക്കെ അമേരിക്കയുടെ അത്രയും മെച്യൂർ ആൻഡ് വിട്ടുള്ള വിപണിയല്ല എന്നതുകൊണ്ട് ഒരു ഗ്ലോബൽ ബിഗ് പവർ, ഒരു ഇക്കണോമിക് പവർ എന്ന രീതിയിൽ കൗണ്ട് ചെയ്യപ്പെടണമെങ്കിൽ ഒരു ഇന്റേണൽ കൺസ്യൂമറിസ്റ്റിക് ഇക്കോണമി മാത്രമായാൽ പോരാ, ഇൻവേർഡ് ലുക്കിംഗ് ഇക്കോണമി മാത്രമായാൽ പോരാ. ഭാരതം ഒരു ക്യാപ്റ്റീവ് മാർക്കറ്റ് ഇന്ത്യക്കുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയുള്ള വലിയ ജനസംഖ്യ, 142 കോടി ജനം, ലോകത്തെ 6-1 ജനസംഖ്യ ഇന്ത്യയിൽ തന്നെയാണ്. അവിടെ മധ്യവർഗത്തിൻ്റെ കപ്പാസിറ്റി ഉണ്ട്, പർച്ചേസിംഗ് പവർ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ക്യാപ്റ്റീവ് മാർക്കറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് മാത്രം പോരാ. ചൈനയൊക്കെ വികസിച്ച് വന്നൊരു രീതി ഉണ്ടല്ലോ. 1979 ഉദാരവൽക്കരണ നയത്തിന് ശേഷം, ഡെങ് സിയാപിങ് വന്നതിന് ശേഷം ചൈനയിലുണ്ടായ വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, മാറ്റങ്ങൾ, എക്സ്പോർട്ട് ഓറിയന്റഡ് ഒരു ഡൈനമിക്സ്, ഒരു റെറ്ററിക് അവർ പറയുകയാണ്, ഡൈനമിക്സ് അവർ നടപ്പാക്കിയെടുക്കുകയാണ്. അങ്ങനെയാണ് ചൈന ദ്രുതഗതിയിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് 1-2 ഡെക്കേഡ് അടുപ്പിച്ച് നേടിയെടുത്തത്. അങ്ങനെയാണ്. അതുപോലെ ചൈനയുമായി ആത്യന്തികമായി മത്സരിക്കണമെങ്കിൽ ഇന്ത്യക്കും ലോക വിപണിയിലെ ഒരു സജീവ സാന്നിധ്യമുണ്ടാകണം. അതുകൊണ്ട് യൂറോപ്പും ആവശ്യമുണ്ട്, അമേരിക്കയും നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ആവശ്യം കൂടിയാണ്. ഇതറിയാം, ട്രംപിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില കാര്യങ്ങളിൽ ചെറിയ രീതിയിലൊന്ന് വഴങ്ങിക്കൊടുക്കുക. ആത്മാഭിമാനം ഉൾപ്പെടെ പൂർണ്ണമായും പണയം വെച്ചില്ല എങ്കിലും ട്രംപിൻ്റെ ഈഗോയെ അഡ്രസ്സ് ചെയ്യുക. അതാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയണം, പറഞ്ഞേ പറ്റൂ, അല്ലേ? അപ്പോൾ ട്രംപിൻ്റെ ഈഗോയെ അഡ്രസ്സ് ചെയ്യണം. ഒരു നേതാവൊക്കെ നാണമില്ലാതെ പറയുകയാണ്, നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കണം, ഇന്ത്യ എന്നെ സന്തോഷിപ്പിക്കാം എന്നേറ്റു, അതുകൊണ്ട് ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇതാ നിങ്ങൾക്ക് ഇളവുകൾ എന്ന് പറയുന്ന ഒരുത്തനാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് ആ വ്യത്യാസം. ആ ലെവലിലേക്ക് ഇന്ത്യ പോകുന്നത് ഒരടി താണു നിന്ന് അവസാനം നേട്ടങ്ങൾ കൊയ്യാം എന്ന സ്ട്രാറ്റജിയാണോ? അത് എത്രത്തോളം ഇന്ത്യയുടെ അഭിമാനമുള്ള ജനത ഉൾക്കൊള്ളും എന്നതിൽ മാത്രമാണ് സംശയം. അതുകൊണ്ട് മാർക്കോ റൂബിയോയുടെ ഇദ്ദേഹം പറഞ്ഞ ഒരു പഞ്ച് ഡയലോഗ്, അതായത് അജിത് ഡോവൽ പറഞ്ഞൊരു പഞ്ച് ഡയലോഗ്, അത് വെച്ച് ഗോൾമയിര് കൊള്ളുകയും രോമാഞ്ചപുളകിതരാവുകയും ചെയ്യുക എങ്കിൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി എന്ത് നടന്നു എന്നാണ്, എന്ത് പറഞ്ഞു എന്നല്ല, എന്ത് നടന്നു എന്നും എന്ത് നടക്കാൻ പോകുന്നു എന്നതുമാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ളവരെ വിരട്ടി കാര്യം നേടാൻ ശ്രമിക്കുന്ന ട്രംപിൻ്റെ മടയിൽ കയറിയാണ് അജിത് ഡോവൽ ശക്തി പ്രകടനം നടത്തിയത്. ഇന്ത്യയുമായുള്ള ഭാവി ബന്ധങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ട്രംപിന് 3 വർഷം കൂടി ഇനി പ്രസിഡന്റ് കസേരയിൽ തുടരാൻ കഴിയും. അതുകൂടി പരിഗണിക്കുമ്പോൾ ട്രംപിന് ഇനിയും 3 വർഷം കൂടി ആ സീറ്റിലുണ്ട്. ലിബറേഷൻ ഡേ അത് ജനുവരി മാസം 20 അന്നാണ് അമേരിക്ക ലിബറേറ്റഡ് ആയി എന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന ന്യൂലി ഇലക്റ്റഡ് പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത്. അന്നാണ് ഒരു വലിയ ലിസ്റ്റും കൊണ്ടുവന്ന് ഓരോ രാജ്യത്തിനുമുള്ള ടാരിഫ് ഇത്ര ആയിരിക്കുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഒന്നൊന്നായി ഞങ്ങളുടെ അടുത്തേക്ക് വരിക, എന്നിട്ട് നെഗോസിയേറ്റ് ചെയ്ത് സ്പെഷ്യൽ ഡീലുകൾ ഓരോ രാജ്യങ്ങളുമായി ഒപ്പുവയ്ക്കുക. ഇതാണ് ട്രംപിൻ്റെ രീതിശാസ്ത്രം. അങ്ങനെ ഒരു സമ്മത്സരം കടന്നുപോയിരിക്കുന്നു. ഇവിടെ ചില നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ തന്നെ പേടിച്ച് പെട്ടെന്ന് തന്നെ ഡീല് സൈൻ ചെയ്ത പല രാജ്യങ്ങളുമുണ്ട്. ആ ഗണത്തിൽ പെടുന്ന രാജ്യമല്ല ഇന്ത്യ. അത് കേട്ട് ഒന്നും തന്നെ പ്രതികരിക്കാൻ പോയില്ല. ഇന്ത്യക്കെതിരെ ടാരിഫൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴും ആദ്യം ഇന്ത്യ പ്രതീക്ഷിച്ചില്ല. ഒരു ഞെട്ടലോട് കൂടിയാണ് ഇന്ത്യ ആ തീരുമാനം കേട്ടത്. 25% ടാരിഫ് ആദ്യം അടിച്ചു കൊടുക്കുന്നു ഓഗസ്റ്റ് അവസാനമായപ്പോൾ പിഴത്തീരുവ ഉൾപ്പെടെ റഷ്യയുമായി എണ്ണക്കച്ചവടം നടത്തുന്നു എന്ന ഒറ്റ കാരണത്താൽ ചൈനയ്ക്കത് ബാധകമല്ല. ചൈനയ്ക്ക് ആ ഒരു ടാരിഫില്ല, മറ്റു ടാരിഫുകളാണുള്ളത്. അപ്പോൾ അവിടെ അഡീഷണൽ 25%. ഇത് ഒരു പക്ഷേ ഇന്ത്യയെ മാറി ചിന്തിപ്പിച്ചു. അപ്പോൾ ഇന്ത്യക്ക് വിത്തിൻ കോട്ട്സ് നന്നാകാൻ, മാറി ചിന്തിക്കാൻ ഒരു അവസരം ആയിരുന്നു സെപ്റ്റംബറിലെ ആ ഷോക്ക്, അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ആ ഷോക്കിൻ്റെ സാഹചര്യത്തിലാണ് ഒരു പക്ഷേ അജിത് ഡോവൽ ആ ഒരു പരാമർശം മാർക്കോ റൂബിയോട് നടത്തിയത്. ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേണ്ടി വന്നാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും എന്നതാണ്. പക്ഷേ ഇപ്പോൾ 3 വർഷമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം അമേരിക്കൻ വിപണിക്ക് വേണ്ടി ഭാവിയിൽ ട്രംപ് മാറി മറ്റൊരാളാകട്ടെ അതിനുശേഷം ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുൻനിലയിൽ കൊണ്ടുവരാം എന്ന് പറയുന്നത് മൗഢ്യമാണ്. 3 വർഷം എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ ഏറെ മുന്നോട്ട് പോകും. നമുക്ക് ലഭ്യമാകാവുന്ന വിപണി നഷ്ടപ്പെടും. കയറ്റുമതിക്കാർ വല്ലാതെ ബുദ്ധിമുട്ടും, ആഭ്യന്തരമായി തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
അതുകൊണ്ടാണ് ഇവിടെ ട്രംപിൻ്റെ ഈഗോയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അതേസമയം ഇന്ത്യയുടെ പ്രയോറിറ്റീസ്, ഇന്ത്യയുടെ പ്രിഫറൻസസ്, ആ പ്രിഫറൻസുകൾ കർഷകരുടെ പ്രിഫറൻസാണ്, നമ്മുടെ ചെറുകിട ഉൽപ്പാദകരുടെ പ്രിഫറൻസാണ്. ആ പ്രിഫറൻസിന് കാട്ടുകിട മാറ്റമുണ്ടാകാതെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സർക്കാരല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഒരു കച്ചവട സാധ്യത, വൻകിട കോർപ്പറേറ്റുകളെ അങ്ങ് നന്നായി സഹായിക്കുകയും അതേസമയം സാധാരണ ജനങ്ങളെ, കർഷകരെ പെരുപിടിയിലാക്കുകയും ചെയ്യുന്ന ഒരു നയം. ആ നയമല്ലല്ലോ ഗവൺമെൻറ്റിന്, അതിനുള്ള വോട്ടല്ലല്ലോ ഈ വ്യവസായികളല്ലല്ലോ ഇന്ത്യൻ ഗവൺമെൻറ് വോട്ട് ചെയ്തത്, രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്തത്. അതുകൊണ്ട് സംവിധായകരുടെ ഹിതം അല്ലെങ്കിൽ കർഷക സമൂഹത്തിൻ്റെ, അവരാണ് 70-80%, അവരുടെ കണ്ണീരിൻ്റെ മേലല്ല കനകസിംഹാസനം പണിയേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രയോറിറ്റീസ് ഇനിയുള്ള ഏതാനും മാസങ്ങൾ കഠിനമായ നെഗോസിയേഷൻ്റെ കാര്യമാണ്. ഇന്ത്യൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഇനം വിത്തിനങ്ങളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, എണ്ണയാകട്ടെ, അത് അമേരിക്കയിൽ നിന്നും 0% ടാരിഫിന് ഇവിടെ വന്നാൽ ആ സെക്ടർ മുഴുവൻ നശിച്ചു പോകും. അതിന് നമ്മൾ ഇടവരുത്തരുത്. നമുക്കറിയാം ആസിയാൻ കരാർ, ഗാട്ട് കരാർ, ഇതൊക്കെ സംബന്ധിച്ച് കർഷകർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഏറെ ചരിത്രപരമായി അനുഭവിച്ചതാണ്. ഒരിക്കൽ കൂടി അതിനേക്കാൾ വൻപൻ കരാറാണ് ഇത് പറയുന്നത്. അമേരിക്ക പറയുന്നത് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ $500 billion വർത്ത് ഓഫ് എക്സ്പോർട്ട്സ് ടു ഇന്ത്യ. ഇത് ഒരു വർഷം കൊണ്ടാണോ $500 billion, അതോ പല വർഷങ്ങളായി 5 വർഷം കൊണ്ട്, ഒരു വർഷം 100 ബില്യൺ എന്ന നിലയിൽ 5 വർഷം കൊണ്ട് 500 ബില്യൺ ആണോ എന്നത് കൃത്യമായ ഒരു തെളിവില്ല. കാരണം ട്രംപ് പറഞ്ഞു വെച്ചതേ ഉള്ളൂ 500 ബില്യൺ. അദ്ദേഹത്തിന് ആഗ്രഹം പറഞ്ഞതാണെന്നേ എനിക്ക് തോന്നിയുള്ളൂ. കാരണം കേവലം 41-42 ബില്യൺ മാത്രമുള്ള അമേരിക്കൻ കയറ്റുമതി ഇന്ത്യയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് 500ആയി മാറാൻ ഒരു സാധ്യതയും ഇപ്പോൾ കാണാനാവില്ല. പരമാവധി ഒരു വർഷം പ്രതീക്ഷിക്കാവുന്ന ക്വാണ്ടം ജമ്പ് 42 നിന്നും $100 ബില്യൺ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇപ്പോൾ 81-82 ബില്യൺ കയറ്റുമതിയാണ്. അത് ഇരട്ടിയെങ്കിലും ആകേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യാപാര മിച്ചം ഉണ്ടാകൂ. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വിമാനങ്ങളുടെ, ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് വിമാനങ്ങൾ വൻതോതിൽ വാങ്ങുന്നത്. ഇപ്പോൾ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ നിർബന്ധിതരാവുകയും, അതുപോലെ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പലയിടത്തു നിന്നാണ് വാങ്ങുന്നത്. നമ്മുടെ എണ്ണയുടെ 38% റഷ്യയിൽ നിന്നും. അത് ഘട്ടം ഘട്ടമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വേണമെങ്കിൽ അത് സാധിക്കും. ഒരു കൺസെഷൻ എന്ന നിലയിൽ തന്നെ കൂട്ടിക്കോളൂ, സാധിക്കും. നമ്മൾ വെനിസ്വേലയിൽ നിന്ന് മുൻപ് എണ്ണ വാങ്ങുമായിരുന്നു. ഇപ്പോൾ കാര്യമായ എണ്ണ വെനിസ്വേലയിൽ നിന്ന് വാങ്ങുന്നില്ല. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങൾ റെഡിയാക്കി ഇടാൻ പോവുകയാണ്. നിങ്ങളിനി എണ്ണ വാങ്ങേണ്ടത് പ്രധാനമായും വെനിസ്വേലയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്നും നേരിട്ടാണെങ്കിലും വെനിസ്വേലയിലൂടെയാണെങ്കിലും അത് അമേരിക്കയുടെ കയ്യൊപ്പോടുകൂടി മാത്രമേ പറ്റൂ. അപ്പം നമ്മൾ ചരിത്രപരമായി നമുക്ക് നൈജീരിയയിൽ നിന്ന് നല്ല തോതിൽ എണ്ണ വാങ്ങിയിരുന്നു. ഇറാഖിൽ നിന്നുമാണ് സെക്കൻഡ് ലാർജസ്റ്റ് കണ്ടിൻജൻറ്റ് വരുന്നത്. 10-18% ഇറാഖിൽ നിന്നാണ്. സൗദി അറേബ്യയിൽ നിന്ന് 8-9% എണ്ണ വാങ്ങുന്നു ആകെയുള്ള ആവശ്യത്തിൻ്റെ. ഇങ്ങനെ കുവൈറ്റിൽ നിന്ന് വാങ്ങുന്നു, UAE നിന്ന് വാങ്ങുന്നു, പല രാജ്യങ്ങളിൽ നിന്നും, ഒപെക് മേഖലയിൽ നിന്നും അതിന് പുറത്തു നിന്നും എല്ലാം എണ്ണ വാങ്ങി ഒരു പ്രത്യേക രാജ്യത്തോടുള്ള കൂടുതൽ ആശ്രിതത്വം ഒഴിവാക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം. ആ നയത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അമേരിക്ക പറയുന്ന ഇടത്തു നിന്ന് മാത്രം എണ്ണ വാങ്ങേണ്ട ഗതികേടുണ്ടായാൽ നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നമ്മുടെ സങ്കല്പം തന്നെ അടിയറ പറയേണ്ടി വരും. അത് നടക്കാതിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ പറയുന്ന 3 വർഷം പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് എന്ന നിലയിൽ ഒരു ധാരണ ഉണ്ടാവുകയും ആ ധാരണ പ്രകാരം മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ മുമ്പിൽ പന്ത് ഇന്ത്യയുടെ കോട്ടിലാണ് എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു. കാരണം നിർബന്ധിപ്പിച്ച് അമേരിക്കയ്ക്ക് ഇത് സൈൻ ചെയ്യിപ്പിക്കാനാവില്ല. അമേരിക്കൻ പ്രസിഡന്റ് മൊത്തത്തിൽ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ഒരു ധാരണയായി എന്ന് വാക്കാൽ പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ആ ഡീറ്റെയിൽസ് പറയാൻ ഇപ്പോൾ ഇന്ത്യക്ക് ആവുന്നില്ല. പാർലമെന്റിൽ ഉൾപ്പെടെ പീയൂഷ് ഗോയൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. പാർലമെന്റ് പുറത്ത് നടത്തിയ സ്റ്റേറ്റ്മെന്റ് അതേ രൂപത്തിൽ പാർലമെന്റിൽ വായിക്കുക മാത്രമാണ്. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരോട് ചോദിച്ചുകൊള്ളട്ടെ. ഇന്ത്യ ഒരു പാർലമെന്റ് ജനാധിപത്യ രാജ്യമാണല്ലോ, ജനാധിപത്യമുണ്ടല്ലോ. അതിനർത്ഥം എന്താണ്? പാർലമെന്റാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നത് പാർലമെന്റാണ്. പാർലമെന്റ് സമ്മേളിക്കുന്ന അവസരത്തിൽ നിർണായകമായി ഇന്ത്യയെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന നിർണായകമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ പാർലമെന്റിനെ കോൺഫിഡൻസിലെടുക്കാനുള്ള ഒരു ചുമതല ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ പാർലമെന്റിൽ ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നരവനയുടെ ബുക്കിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് വളമാക്കിക്കൊണ്ട് സഭാ നടപടികൾ സ്തംഭിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ചെയ്യുന്നത് ഒരുപോലെ അപലപനീയമാണ്. രാഹുൽ ഗാന്ധി നരവനയുടെ വിഷയം മാത്രമല്ല എടുക്കേണ്ടിയിരുന്നത്, ഈ വിഷയം എടുത്തുകൊണ്ടാണ് ചോദിക്കേണ്ടിയിരുന്നത്. മുൾമുനയിൽ ഗവൺമെൻറ് നിർത്താൻ കഴിയുന്ന ഒരു സമയമാണിത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴത്തെ പ്രതിപക്ഷം ബലഹീനമൊന്നുമല്ല, ശക്തമായ പ്രതിപക്ഷമാണ്. 240
140 അംഗങ്ങളുണ്ട് പ്രതിപക്ഷത്ത്. ഭരണപക്ഷത്ത് വലിയ മൃഗീയമായ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭയിലെ പോലെ ഇല്ല. അവിടെ ആ ഒരു പ്രയോജനം വേണ്ട രീതിയിൽ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന സംശയവും എനിക്കുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ശക്തിയും ഇന്ത്യൻ വിപണിയുടെ സാധ്യതകളും മനസ്സിലാക്കിയാണ് യൂറോപ്യൻ യൂണിയൻ കരാറിൽ ഏർപ്പെടുന്നത്. അതുപ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു തീരുവയും കൊടുക്കാതെ നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാം. ഇന്ത്യയോട് അമേരിക്ക പക്ഷേ വിരട്ടലിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയുമുണ്ട്. ഇന്ത്യ എന്തിന് ഈ ശാഠ്യം അംഗീകരിക്കണം? അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശാഠ്യം, യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്ന് തലോടൽ. എക്കാലത്തും ആ തലോടലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അമേരിക്കയുടെ ശാഠ്യം മൂത്തത് കൊണ്ട് ആ ശാഠ്യത്തിൻ്റെ ഇരയാകുന്നു 27 അംഗങ്ങളുള്ള യൂറോപ്യൻ സമൂഹം, യൂറോപ്യൻ യൂണിയൻ. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് യൂറോപ്പും ഇപ്പോൾ മാറി ചിന്തിച്ചത് എന്നുകൂടി ഈ പശ്ചാത്തലത്തിൽ ഓർക്കണം. കാരണം ട്രാൻസ് അറ്റ്ലാന്റിക് റിലേഷൻസ്, അതായത് അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പിലെ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഈ സമയത്ത് യൂറോപ്പിനും പുതിയ വിപണികൾ ആവശ്യമുണ്ട്. യൂറോപ്പ് ചൈനയുമായി വലിയ സൗഹൃദം പുലർത്തുന്നു. അമേരിക്ക ചൈന സൗഹൃദത്തെക്കാൾ കൂടുതലാണ് യൂറോപ്പ് ചൈന സൗഹൃദം. അതേസമയം അവർക്ക് ചൈനയെ ആശങ്കയോടെ നോക്കി കണ്ടെങ്കിലേ മറ്റു പല കാരണങ്ങളാൽ. റഷ്യ എന്നത് സ്വാഭാവികമായി യൂറോപ്പിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു വലിയ മാർഗമാണ്. എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യൻ ഓയിൽ പമ്പ് ചെയ്ത് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ എളുപ്പം സാധിക്കും. ലോജിസ്റ്റിക്കൽ കൺവീനിയൻസ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ ഉക്രൈൻ വിഷയം കത്തി നിൽക്കുമ്പോൾ അത് സാധിക്കാതെ വരുന്നു. റഷ്യ ഉപരോധം നേരിടുന്ന രാജ്യമാണ്. യൂറോപ്യൻ ഉപരോധവും അമേരിക്കൻ ഉപരോധവും ഒരുപോലെ നേരിടുന്ന രാജ്യമാണ് റഷ്യ. അങ്ങനെ വന്നാൽ യൂറോപ്പിന് കൂടുതൽ മേഖലകൾ, സഹകരണത്തിൻ്റെ മേഖലകൾ കണ്ടെത്തണം. യൂറോപ്പിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തണം, ലാഭകരമായി എത്തണം. അതിനുള്ള ഒന്നാന്തരം വഴിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഉർസുല വാൻ ഡെർ ലെയ്ൻ, യൂറോപ്യൻ കമ്മീഷൻ്റെ തലപ്പത്തുള്ളയാളാണ്. അവരും അതിൻ്റെ ചുമതലക്കാരും യൂറോപ്യൻ യൂണിയൻ്റെ ചുമതലക്കാരും ഒക്കെ റിപ്പബ്ലിക് ദിനത്തിൽ, ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ ഒഫീഷ്യൽ അതിഥികളായി ഉണ്ടായിരുന്നു. അതിനുശേഷം 27-ാം തീയതിയാണ് ഈ കൃത്യമായൊരു പ്രഖ്യാപനം, ജോയിൻറ്റ് ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ശരിയല്ല എങ്കിലും ഈ ഇന്ത്യയുടെ പ്രതിനിധികളും യൂറോപ്പിൻ്റെ പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളും ചേർന്നുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു ധാരണയായി. അത് വർക്കൗട്ട് ചെയ്യാൻ സമയം വേണം. വളരെ സഭ്യമായ ഭാഷയിൽ, വളരെ മൈൽഡായി, സോഫ്റ്റായി, എലിഗൻ്റായി പറഞ്ഞു വയ്ക്കുകയാണ്. അവിടെ ഒരു കൊയേഷൻ്റെ, നിർബന്ധത്തിൻ്റെ, സമ്മർദ്ദത്തിൻ്റെ ഒരു ലാഞ്ചന പോലും കണ്ടില്ല. അതിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട് എന്നത് മറക്കുന്നില്ല. പക്ഷേ അവിടെ സമ്മർദ്ദമില്ല. മറിച്ച് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നോക്കൂ. ആ യൂറോപ്യൻ യൂണിയൻ എത്ര അന്തസ്സായിട്ടാണ് പ്രഖ്യാപനം നടത്തിയത്. അത് മാത്രമല്ല, അവിടെ പ്രഖ്യാപനത്തിൻ്റെ ഇതിവൃത്തം എന്താണ്? 95% കാര്യങ്ങളും യൂറോപ്പിലേക്ക്, ഇന്ത്യക്ക് ഒരു പൈസ പോലും ഇറക്കുമതി ടാരിഫ് ഇല്ലാതെ കയറ്റി അയക്കാം. അത് നല്ലതല്ലേ? അമേരിക്കയിലെ കയറ്റി അയക്കുമ്പോൾ ശരാശരി 18% തീരുവ ഉണ്ടല്ലോ. അപ്പോൾ യൂറോപ്പ് തന്നെയാണ് ബെറ്റർ ഡെസ്റ്റിനേഷൻ. പക്ഷേ അവിടെ നമ്മുടെ കമ്പനികൾക്ക്, നമ്മുടെ വ്യവസായികൾക്ക് അവിടെ മാർക്കറ്റ് പിടിക്കാൻ കഴിയണം. അതിന് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ അമേരിക്കയിൽ നിന്നും ശ്രദ്ധ യൂറോപ്പിലേക്ക് മാറ്റാൻ ക്ഷിപ്രസാധ്യമായ കാര്യമൊന്നുമല്ല. വർഷങ്ങളെടുത്ത് വേണം ആ വിപണി സ്റ്റെബിലൈസ് ചെയ്ത് മാറി വരാൻ. അതേസമയം അമേരിക്കയിൽ ഓൾറെഡി ഉള്ളത് ടാരിഫ് കാരണം സ്വല്പം നിർത്തിവെച്ചിരുന്നത് വർദ്ധിത വീര്യത്തോടുകൂടി പുനരാരംഭിക്കാൻ കഴിയും. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇപ്പോൾ ചെറിയ സമ്മർദ്ദത്തിലാണ്. കാരണം ചൈന എന്ന ഇന്ത്യയുടെ വലിയ കോമ്പറ്റീറ്റർ, വസ്ത്രവിപണിയിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ കോമ്പറ്റീറ്ററാണല്ലോ. ഇന്ത്യൻ വസ്ത്രങ്ങൾ വലിയ ടാരിഫ് അട്രാക്ട് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന് കേവലം 19% മാത്രമേ ടാരിഫുള്ളൂ. 18% ടാരിഫ് എന്നുള്ളത് നമ്മുടെ വസ്ത്രവിപണി, അല്ലെങ്കിൽ ചെമ്മീൻ വിപണി, നമ്മുടെ മറ്റ് വിപണികൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് ഇല്ല. അത് അവർക്ക് ആവശ്യമുള്ളതാണ്. മിനറൽസിന്, ക്രിട്ടിക്കൽ മിനറൽസിന് നികുതിയില്ല, ഇറക്കുമതി തീരുവയില്ല. അത് ആവശ്യമുള്ളതാണ്. പക്ഷേ മറ്റുൽപ്പന്നങ്ങൾ, വജ്രം ഉൾപ്പെടെ, ഇലക്ട്രോണിക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കാര്യമായ നികുതി കുറവിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റും. അപ്പോഴും 18% മുൻകാലങ്ങളിൽ 2-3% ഉണ്ടായിരുന്നത്. 2019 ട്രംപ് 199 ഐറ്റംസ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ 199 വ്യത്യസ്തമായ ഇനങ്ങൾ വലിയ ടാരിഫിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴാണ്. ഇപ്രാവശ്യത്തെ ട്രംപ് അല്ല, കഴിഞ്ഞ ട്രംപിൻ്റെ ഊഴത്തിലാണ്. ട്രംപ് ആദ്യം തുടങ്ങിയത് വലിയ ഉത്സാഹത്തിലാണ്. കാര്യമായ ടാരിഫൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്നാണ് ഘട്ടം ഘട്ടമായി ഉയർന്നു വന്നത്. ഈ ബൈഡൻ്റെ കാലത്ത് കാര്യമായ സമ്മർദ്ദം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോഴിതാ സമ്മർദ്ദമുണ്ടായിരിക്കുന്നു. 18 ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് യൂറോപ്പ് എന്നത് പാരലായി കാണേണ്ട ഒന്നാണ്. അമേരിക്ക എന്നത് മറ്റൊരു പാരലായി കാണേണ്ടതാണ്. അതുമാത്രമല്ല, പുതിയ വിപണികൾ, ഡൈവേഴ്സിഫൈഡ് വിപണികൾ കണ്ടെത്തുക എന്നതല്ലാതെ നാളെ ട്രംപ് മാറി ഇതിനേക്കാൾ വികടനായ ഒരു പ്രസിഡന്റ് വന്നേക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് ഒരു വ്യക്തിയെ ഒന്നും നോക്കി കണ്ടുകൊണ്ട്
നമുക്കൊരു തീരുമാനമെടുക്കാനാവില്ല. അതുകൊണ്ട് ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ എ സിംഗിൾ ബാസ്ക്കറ്റ്. അമേരിക്ക എന്ന വിപണി മാത്രം കണ്ടുകൊണ്ട് ഇന്ത്യ പ്രൊഡക്ഷൻ സജ്ജീകരിക്കേണ്ട, നയങ്ങൾ ഉണ്ടാക്കേണ്ട. ഈ ഡീല് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അതിന് തിടുക്കമൊന്നും കൂട്ടിയിട്ട് ആവശ്യമില്ല. യൂറോപ്യൻ ഡീൽ നടക്കാൻ ജനുവരി 2027 വരെ വെയിറ്റ് ചെയ്യാമെങ്കിൽ അമേരിക്കൻ ഡീലും ആത്യന്തികമായി സൈൻ ചെയ്യാൻ ഏതാനും മാസങ്ങൾ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കുകയും അവിടെ ഇന്ത്യയിലെ ഓരോ സെഗ്മെൻറ്റിൻ്റെ ഓരോ വിഭാഗങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ വളരെ സൈലൻ്റായി മതി. ട്രംപ് കാട്ടുന്നത് പോലെ വലിയ വെപ്രാളം കാട്ടി ഒന്നും വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തണ്ട. സൈലൻ്റായി സ്ട്രാറ്റജിക്കായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും നമ്മുടെ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിനും നമ്മുടെ സ്ട്രാറ്റജിക് അഡ്വൈസേഴ്സിനും ഉൾപ്പെടെ കാര്യങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ കഴിയണം. അതുകൊണ്ട് ഒരു തിടുക്കവും വേണ്ട. യൂറോപ്പിൻ്റെ കാര്യത്തെ പോലെ തന്നെ സ്മൂത്തായി അമേരിക്കൻ ഡീലും നടക്കട്ടെ. പക്ഷേ ഒരിക്കൽ ഡീൽ നടന്നു കഴിഞ്ഞാലും പ്രത്യേക ഒരു അവകാശം അമേരിക്കൻ പ്രസിഡന്റിനുണ്ട് അല്ലേ? സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കൻ കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് 1977 ഒരു ആക്റ്റാണ്, അത് പ്രസിഡന്റിന് അനുവാദം നൽകുന്നു ചില നിർണായക കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ. ഒരു സമഗ്രമായ വ്യാപാര കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രസിഡന്റിൻ്റെ ആ ഇനിഷ്യേറ്റീവ് കുറയും. എങ്കിലും ഒരു ഡെമോക്രാറ്റ്സിൻ്റെ വാള് പോലെ ട്രംപ് എന്ന അശനിപാതം മുകളിൽ തൂങ്ങി നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഡീൽ ഓർ നോ ഡീൽ, ട്രംപ് റിമെയിൻസ് അണ്ടിൽ ആഫ്റ്റർ 3 years. അതുകൊണ്ട് തീർച്ചയായും ജാഗ്രതയോടെ കരുക്കൾ മുന്നോട്ട് നീക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ മുമ്പിലുള്ള വഴി. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് 500 ബില്യണിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അമേരിക്ക വേണമെന്ന് വാശി പിടിച്ചിരുന്ന ക്ഷീരമേഖലയെയും കാർഷിക മേഖലയെയും സംരക്ഷിച്ചാണ് കരാറിൽ ഒപ്പിട്ടത് എന്ന് പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ത്യ പിടിച്ചെടുത്താണോ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? അങ്ങനെ കൂടി അനുമാനിക്കണോ? ഇന്ത്യ പിടിച്ചെടുത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് കാണിക്കാനുള്ള, അങ്ങനെ കാട്ടിയെടുക്കാനുള്ള, നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കും. അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇന്ത്യ ഉദ്ദേശിച്ചിടത്ത് കൊണ്ടുവന്നെത്തിക്കാൻ പറ്റി എന്നത് ഒരു അമിത ആത്മവിശ്വാസമാണ്. ഇന്ത്യ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് നേരാണ്. അമേരിക്കയാണ് എല്ലാ ശബ്ദകോലാഹലങ്ങളും ഉണ്ടാക്കിയത്. മാറി മറിഞ്ഞും ഒക്കെ പ്രസ്താവനകൾ നടത്തിയത് ട്രംപാണ്. എത്ര പ്രസ്താവനകൾ ട്രംപ് മാറി മറിഞ്ഞും നടത്തി? ആദ്യം നടത്തിയ പ്രസ്താവനയല്ലല്ലോ പിന്നെ നടത്തിയത്. 500% വരെ ടാരിഫ് അടിച്ചു കൊടുക്കുമെന്ന് ഒരിക്കൽ പറഞ്ഞു. ഇത് പറയുന്നതല്ലാതെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുക, നാളെ അത് മാറ്റി പറയും. ഇതൊക്കെ ട്രംപിൻ്റെ ഒരു രീതിശാസ്ത്രമല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തായാലും ആ രീതിയിൽ വിഡ്ഢിവേഷം കെട്ടാൻ നിന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറെ പഴി കേൾക്കുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിനുള്ള കാരണം ഈ ചില സമയത്തെങ്കിലും ഈ മൗനി ബാബ എന്ന് പണ്ട് പറഞ്ഞിരുന്നത് നരസിംഹറാവുവിനെയാണ്. ഒന്നും മിണ്ടില്ല, ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ മിണ്ടാതൊരു ഇരിപ്പാണ്. എന്തെങ്കിലും ഒന്ന് പറയൂ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. അദ്ദേഹം ജ്ഞാനിയാണ്, അതീവ പാണ്ഡിത്യമുള്ള ആളാണ്, 10-16 ഭാഷകൾ അറിയാവുന്ന ആളാണ്. പക്ഷേ എന്നൊരക്ഷരം മിണ്ടില്ല. മിണ്ടേണ്ട സമയത്ത്, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. അവിടെയാണ് കർഷകരുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന് വാക്കാൽ പറയുന്നത് ഒരു കാര്യം. അത് പീയൂഷ് ഗോയൽ പറഞ്ഞു വെച്ചു, വാക്കാൽ പറഞ്ഞു, ഇവിടെ കർഷക താല്പര്യം ബലി കഴിച്ചുകൊണ്ട് ഇറക്കുമതി ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ പറയുന്നതിൽ എന്താണ് കാര്യം? എന്താണ് കർഷകരുടെ താല്പര്യം? ഏതെല്ലാം മേഖലകളിലാണ് ഇറക്കുമതി ഉണ്ടാവുന്നത്? എത്ര ക്വാണ്ടിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്? ഏത് സെക്ടേഴ്സിനെയാണ് അത് ബാധിക്കുക? ആ സെക്ടേഴ്സിന് ഇന്ന പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് ഞങ്ങളുണ്ട്, ഇത്ര കോട്ട നിശ്ചയിച്ചിരിക്കുന്നു, പരിധി നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഇന്ന കാര്യങ്ങൾക്ക് നികുതി ഉണ്ടാവും. ട്രംപ് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ ഒരു നികുതിയും ഉണ്ടാവില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാം, ഒരു നികുതിയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാകാൻ ഒരു സാധ്യതയുമില്ല. ആത്യന്തികമായി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന തരം കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ കൊണ്ടുവന്ന് തള്ളാം എന്ന് പറയുമ്പോൾ അത് നടക്കില്ല എന്നെങ്കിലും പറയാനുള്ള ആർജവം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാട്ടേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. ക്ഷീര കർഷകരുടെ കാര്യത്തിൽ അതാണ് വലിയൊരു കാര്യം. കാരണം വലിയ രീതിയിൽ ഇന്ത്യ സത്യം പറഞ്ഞാൽ ഒരു പാലുൽപാദന രംഗത്തെ വൻ ശക്തിയാണ്. അത് ഇൻറ്റേർണൽ കൺസംഷന് വേണ്ടിയാണ് അതിൻ്റെ 90% ഉപയോഗിക്കുന്നത്.
അത് കയറ്റുമതി വലിയ രീതിയിൽ പാലുൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം എന്നൊന്നുള്ള താല്പര്യമില്ല. പക്ഷേ പാലുൽപ്പന്നങ്ങൾ, ഡയറി പ്രോഡക്റ്റ്സ് അമേരിക്കയുടെ വലിയ സാധ്യതയാണ്. യൂറോപ്യൻ സമൂഹത്തിൻ്റെയും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അവിടെ ഡയറി പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മുടെ പോലത്തെ ചെറിയ പശുത്തൊഴുത്തുകളിലല്ല, വലിയ റാഞ്ചസാണ്, മെക്കനൈസ്ഡ് ആണ് പ്രൊഡക്ഷൻ, മിൽക്ക് പ്രൊഡക്ഷൻ. അത് മാത്രമല്ല പശുക്കൾക്ക് ധാന്യങ്ങളും പച്ചക്കറിയും പുല്ലും വൈക്കോലും മാത്രമല്ല ആഹാരമായി കൊടുക്കുന്നത്. പലപ്പോഴും ഹോർമോൺ അടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ മീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ സസ്യേതരമായ ഭക്ഷണം കഴിക്കുന്ന പശുക്കളുടെ പ്രോഡക്റ്റ്, അവരുടെ അതുമായി ബന്ധപ്പെട്ട ഡയറി പ്രോഡക്ട്സ്, അത് വെണ്ണയാകാം, നെയ്യാകാം, പാലാകാം, മറ്റ് മൂല്യവർദ്ധന വരുത്തിയ ഉൽപ്പന്നങ്ങളാകാം, അവിടെ സ്റ്റാമ്പ് ചെയ്ത് ഇത് ഈ സസ്യാഹാരം മാത്രം ഭക്ഷിക്കുന്ന പശുക്കളുടെ ഉൽപ്പന്നമാണ്, പശുക്കളുമായി ബന്ധപ്പെട്ട ഡയറി ഉൽപ്പന്നങ്ങളാണ് എന്ന് സർട്ടിഫൈ ചെയ്യാൻ അമേരിക്ക തയ്യാറാവുമോ? അമേരിക്കയുടെ ഈ ഡയറി ലോബി പറയുന്നത് അങ്ങനെ സർട്ടിഫൈ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറി ലോബിയുടെ അതിശക്തമായ സമ്മർദ്ദം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മേലുണ്ട്. ഒന്ന്. രണ്ട്, അമേരിക്കയുടെ വിവിധങ്ങളായ കോൺ, വീറ്റ്, അല്ലേ, സോയാബീൻ, ഇതെല്ലാം വൻപൻ ലോബികളാണ്. ഇതെല്ലാം വെവ്വേറെ ലോബികളാണ്. ഇതെല്ലാം വൻ പ്രഷേഴ്സാണ്. അപ്പോൾ അവർക്കെല്ലാം വിപണി വേണം. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ 10% കർഷകരുമായി ബന്ധപ്പെട്ടതാണ്. ഈ കർഷകർക്ക് വലിയ ഉറപ്പാണ്. കർഷകരെ വലിയ തോതിൽ ട്രംപിൻ്റെ പിന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദനം നടക്കണം, ആഗോള വിപണി ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തരണം. ട്രംപിനോടുള്ള അവരുടെ ആവശ്യമാണ്. ഇതാ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള വിപണി ഞാനിതാ തുറന്നു തരാം എന്നാണ് അമേരിക്കൻ കർഷകരോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരു പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരിക്കെ നമ്മൾ കൃത്യമായ ഉറപ്പുകൾ ചോദിച്ചു വാങ്ങണമല്ലോ. ആ ഉറപ്പുകൾ, ലഭിച്ചിട്ടുള്ള ഉറപ്പുകൾ നാട്ടുകാരുമായി, ഇന്ത്യക്കാരുമായി, സമ്മതിദായകരുമായി, പൗരന്മാരുമായി പങ്കുവയ്ക്കാനുള്ള ചുമതല, ആ ചുമതല എന്തുകൊണ്ട് ഗവൺമെൻറ് പിന്നെ നിർവഹിക്കുന്നില്ല? മൊത്തത്തിൽ കർഷകരെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് മാത്രം പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? സെക്ടർ ബൈ സെക്ടറായി ക്വാണ്ടിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഗമനങ്ങളിലെത്തുന്നതിന് മുൻപ് അതെന്താണെന്ന് വിശദീകരിക്കാനുള്ള ചുമതലയുണ്ട്. അതുണ്ടായിട്ടില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഒരു നടക്ക് പോകില്ല. നോക്കൂ, ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. മോദി ഗവൺമെൻറ് കഴിഞ്ഞ 3 ടേമായി കാര്യമായ റെസിസ്റ്റൻസ് നേരിട്ടിട്ടില്ല. SIR ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഫിസിൽ ഔട്ട് ചെയ്ത് പോയി. ബലപ്രയോഗത്തിലൂടെയും ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടും അതെല്ലാം തന്നെ അടിച്ചമർത്താൻ കഴിഞ്ഞു. അതൊന്നും ഭരണത്തിന് സ്ഥിരത നഷ്ടപ്പെടുത്തുന്നതായി വളർന്നില്ല. പക്ഷേ കർഷക പ്രതിഷേധത്തിന് മുന്നിൽ ഗവൺമെൻറ് മുട്ടുമടക്കി, അല്ലേ? കർഷക ബിൽ, ഫാം ബിൽസ്, അതുമായി ബന്ധപ്പെട്ട ത്രിതല ഫാം ബിൽ, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളിലേക്ക് നടന്നപ്പോൾ ഇന്ത്യയുടെ കർഷകർ, പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും എല്ലാം കർഷകർ ഇളകി. മാസങ്ങളോളം ഗവൺമെൻറ് പിടിച്ചു നിന്നു. അവസാനം ഫാം ബില്ലിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നു ഗവൺമെൻറ്. ഇവിടെയും ഒരു വൻപൻ കർഷക പ്രക്ഷോഭത്തിനുള്ള സാധ്യതയാണോ ഉരുത്തിരിഞ്ഞു വരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക്? അത് ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ? അതുകൊണ്ട് കർഷകർ ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം പൂർണ്ണമായി അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാനാവില്ല. കാരണം ഒരു വിപണി അമേരിക്കൻ വിപണി ലഭിച്ചാൽ നല്ലതാണ്. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വൻപൻ വിപണി ലഭിച്ചാൽ നമ്മുടെ കർഷകർക്കും അത് നല്ലതാണ്. അതുകൊണ്ട് കണ്ണുമടച്ച് കരാറിനെ എതിർക്കാൻ ബുദ്ധിയുള്ള കർഷകർ തയ്യാറാവില്ല. പക്ഷേ നമുക്ക് വ്യക്തമായ രീതിയിൽ ഇനിയുള്ള മാസങ്ങളിൽ കൃത്യമായ വിശദീകരണങ്ങൾ നൽകാൻ ഗവൺമെൻറ് കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഡീലിലേക്ക് എത്തിപ്പെട്ട് നിന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മുടെ കാർഷിക മേഖല പ്രതികരിക്കുന്നത്? ഇത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ്. ഏതെങ്കിലും രീതിയിൽ BJPയുടെ അടിത്തറ ഇളകുന്നു എങ്കിൽ അത് കാർഷിക അടിത്തറയിലൂടെ മാത്രമേ സാധിക്കൂ. മറ്റേ 2-3 കാര്യങ്ങൾ, ദേശീയത, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാംസ്കാരിക ദേശീയത, ഹിന്ദുത്വ, ഇതെല്ലാം തന്നെ BJPയുടെ ശക്തി ഘടകങ്ങളാണ്. അതിനെ മറികടക്കുന്ന രീതിയിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഉയരണമെങ്കിൽ കർഷകർ വിചാരിച്ചാലേ പറ്റൂ. അതിനുള്ള വഴി ഒരുക്കാൻ ബുദ്ധിയുള്ള തന്ത്രജ്ഞരായ BJP നേതാക്കൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്ത്രശാലികളായ കോർഡിനേറ്റേഴ്സ് തയ്യാറാവില്ല. അവർക്കറിയാം തീർച്ചയായും ഇതൊരു വലിയ കീറാമുട്ടിയാകും. അതുകൊണ്ട് അവസാന നിമിഷം മിനുക്കുപണികളിലൂടെ ട്രംപിനെ ബോധിപ്പിച്ച് അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്ത് വിവാദ വിഷയങ്ങളിലെങ്കിലും ചില ധാരണകളിലെത്തുകയും ആ ധാരണകൾ ജനങ്ങളോട് പറയുകയും ചെയ്യുക എന്നതല്ലാതെ മറ്റ് പോംവഴികളില്ല എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം.